ഒരു പാർട്ട്ണറെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെയും സമയമെടുത്തും ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. 5 മിനിറ്റ് ഒരു പെണ്ണ് കാണൽ ചടങ്ങ് കൊണ്ട് ഒരു കാപ്പി കുടിച്ചിട്ട് പേരെന്താണെന്ന് ചോദിച്ചിട്ട് അല്ല ഇതുപോലെയുള്ള ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട ഒരു പാർട്ട്ണർഷിപ്പിൽ എൻഗേജ്ഡ് ആകുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ പോലും നമ്മൾ ആ പാർട്ട്നേഴ്സിൻ്റെ ഐഡിയോളജിയും വാല്യൂ സിസ്റ്റം ഒക്കെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന തമ്മിൽ ശരിക്കുള്ള ധാരണയോടുകൂടി നമ്മുടെ വാല്യൂ സിസ്റ്റം മാച്ച് ചെയ്യുന്നതാണോ, ലൈഫിനോടുള്ള കാഴ്ചപ്പാടൊക്കെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് പാർട്ട്ണർഷിപ്പിൽ എൻഗേജ് ആകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഇനിയുള്ള കാലത്ത് കാസ്റ്റിനേക്കാളും സൗന്ദര്യത്തിനേക്കാളും ഇതൊന്നും ആയിരിക്കരുത് പ്രധാന മാനദണ്ഡം എന്ന് പറയുന്നത് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നവരാണോ, പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്തും എംപവർ ചെയ്തും ഒക്കെ പോകാൻ പറ്റുന്ന, പരസ്പരം രണ്ടുപേർക്കും ഗ്രോ ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്ന സാഹചര്യം, ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം വിവാഹത്തിൽ ഏർപ്പെടുക.